ഞാനും ഇങ്ങനെ ഒരു ബ്രേക്കൊക്കെ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്താണോ നിർത്താൻ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ നമ്മൾ പിന്നെയും പെട്ടുപോകും. എനിക്ക് ഈ ടോക്സും വീഡിയോസൊക്കെ നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ റീസൺ എൻ്റെ ബ്രെയിൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. എനിക്ക് കണ്ടിന്യൂസ്ലി അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, ജോസഫ്, ടേക്ക് എ മാസീവ് ബ്രേക്ക്. ഞാൻ ഒരു ആത്മീയ ഉണർവിനായിട്ട് ഒരാഴ്ച ഗോവയിലായിരുന്നു. അവിടെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് ഗോവയെന്നാ. പക്ഷേ പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഇങ്ങനെ അവിടെ ഇരിക്കണായിരുന്നു. ഒരു കോള് വരാണ്. ബ്രോ ജോസഫാണോ? എനിക്ക് എപ്പോഴും കോൾ വരും, ഞാൻ കുറച്ച് പെസിമിസ്റ്റായിട്ട് എടുക്കുകയുള്ളൂ. ഇത് ടോക്ക് ഷോക്ക് വിളിക്കുന്നതാണോ? ചിലരൊക്കെ വിളിച്ചിട്ട് ചേട്ടാ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമോ? ഹലോ, അത് തന്നെ. ഈ ശബ്ദം വാലിഡേറ്റ് ചെയ്യാൻ വിളിക്കുന്നവരുണ്ട്. മുകേഷ് ചേട്ടനൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവും. ഹലോ ജോസഫാണോ? അതെ, എന്താ? എടോ എനിക്ക് നിങ്ങൾ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അവളിനെ എത്ര വഴിക്ക് അന്വേഷിച്ച നമ്പർ കിട്ടിയെന്ന് അറിയോ? പറഞ്ഞോ. എടാ ബ്രോ, ഞാൻ വെള്ളടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു പട്ടാളക്കാരനാണ്. ഓക്കെ, CCTV ക്യാമറയാണ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇടയ്ക്ക് മാറി. ഞാൻ അതിൽ പെടാണ്ട് മാറി നിങ്ങളെ വിളിക്കണേ. ഗ്വാളിയാറിലാണ്. ഓക്കെ, എത്ര തവണ ആത്മഹത്യ തോന്നിയെന്നറിയോ? ഞങ്ങൾ പട്ടാളക്കാർക്ക് ആത്മഹത്യ എളുപ്പമാണോ? തോക്കെടുത്തിട്ട് ഒറ്റ വലി മതി, ഒറ്റ വലി, വലിയ പ്ലാനിങ് ഒന്നും വേണ്ട. എത്ര തവണ കാഞ്ചി വലിക്കാൻ പോയപ്പോ എത്ര തവണ താൻ എന്നെ പിടിച്ചിരുത്തേണ്ടെന്നറിയോ? ഓക്കെ, താൻ ഭയങ്കര സംഭവമാണോ? ഓക്കെ, ഞാൻ വെള്ളം അടിച്ചോണ്ട് കേട്ടോ, ഒന്നും തോന്നരുത്. ഇല്ല, പറഞ്ഞു. വയ്യടോ, പട്ടാളക്കാരനാണെന്നുള്ളൂ, ബലമില്ല മനസ്സിന്. ചിലപ്പോൾ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്നും ആയില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ വെറുതെ നിങ്ങളെയും ബോബി അച്ഛനെയും, എനിക്കൊക്കെ ഇഷ്ടമുള്ള കുറച്ചൊരു സന്തോഷം സാറിൻ്റെ വീഡിയോസ് വെറുതെ ഇങ്ങനെ എടുത്ത് കാണും. നിങ്ങൾ കുറച്ചൊരു ചെറുപ്പമായിരുന്നു, നിങ്ങളോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാ. ഞാനും ചെറുപ്പാ. നിർത്തരുട്ടോ. ഞാൻ കണ്ടു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ. നിങ്ങളുടെ അസുഖം, നിങ്ങൾ തല കറങ്ങി വീണു MG റോഡിൽ. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, വീഡിയോസ് നിർത്തണം, ഒരു ബ്രേക്ക് എടുക്കണം എന്നൊക്കെ പറയാൻ കേട്ടു. ചങ്ക് കാളിയിടോ, നിർത്തല്ലേട്ടാ. മാസത്തിൽ ഒരെങ്കിലും വെച്ച് ചെയ്യും. ഇപ്പൊ യൂട്യൂബിൽ ജോസഫ് വീഡിയോ ഇട്ടിട്ട് 3 മാസമായി, അറിയോ? ഷിറ്റ്, യെസ്, ഞാൻ മറന്നു കിടന്ന കാര്യമാണ്. മിർച്ചിക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അവരുടെ ചാനലിൽ. എൻ്റെ ചാനൽ ഇട്ടിട്ട് 3 മാസമായി. വല്ലപ്പോഴും ഇടുന്ന ഒരു വീഡിയോ. ഒരു ഫോൺ കോള് കേട്ട് നമ്മുടെ അറിവില്ലാണ്ട് നമ്മുടെ കണ്ണ് നിറയുന്നത് അനുഭവം എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒന്നാണ്. നമ്മൾ അറിയുന്നില്ല കണ്ണ് നിറയുന്നത്. നമ്മളിവിടെ വന്നൊരു ഉപ്പരസ അടിയുമ്പോഴാണ് കണ്ണ് നിറഞ്ഞു മനസ്സിലാവണം. ഇപ്പോഴും ക്ലാസ്സുകൾക്ക് പോവാ. ഇപ്പം ഐ ആം നോട്ട് വെൽ. എനിക്ക് ഭയങ്കര മടുപ്പുമാണ്. സത്യം പറഞ്ഞ മടുപ്പെന്ന് സംസാരിച്ചു. അമ്മയാണ് സത്യം. വിജയ് ജെയിംസ് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിജയ് ജെയിംസ് സാറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിൽ നിരീശ്വരനൊക്കെ വായിച്ച് വളരെ വൈകി അദ്ദേഹത്തെ പരിചയപ്പെടുന്നു, വായിക്കുന്നത്. ഞെട്ടി, എന്ത് രസകരമായ എഴുത്തുകൾ. ഒരിക്കൽ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കണ്ടപ്പോൾ ഞാൻ ജെയിംസ് സാറിൻ്റെ അടുത്തൊരു, സാറേ ഹ്യൂജ് ഫാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് സാറിൻ്റെ എഴുത്തുകൾ, സാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ആ ഭാഗ്യം ലഭിച്ചത്. ജെയിംസ് സാർ പറഞ്ഞു, ജോസ്മിൻ എനിക്കറിയാം, എൻ്റെ മക്കളോടൊപ്പം ഫോട്ടോ കാണിച്ചാൽ ഇതെൻ്റെ മക്കളാ, സൂര്യനും പിന്നെ ഒരു പേര് കൂടി പറഞ്ഞു. ജോസ്മിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോയാ. ഞാൻ പറഞ്ഞു, ദൈവം ഇതൊക്കെ എപ്പോ? ഈ ഫോട്ടോ എടുത്ത് ഞാനാ, എന്നാ ഫോട്ടോ എടുത്ത സാറാ. ഞാൻ അദ്ദേഹത്തോട് ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നമ്മൾ ഈ പറയണ നന്മ, ഞാൻ ഈ എഴുതണ നന്മ, അതിൻ്റെ ഒരു 50% എൻ്റെ കയ്യിലുള്ളൂ. സാറിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി എനിക്ക് തോന്നി. എത്ര മനോഹരമായ വാക്കുകൾ, നന്മയെക്കുറിച്ച് അദ്ദേഹം സാറ് എഴുതുന്നുണ്ട്. സാറിനത് പറ്റുന്നുണ്ടോ ജീവിക്കാൻ? ഞാൻ പറയും, ഞാൻ സ്ട്രഗ്ലിംഗ് ആണ്. എന്നാണ് ഞാൻ എയറി പോണെന്ന് ആലോചിച്ച് നടക്കാണ്. കാരണം ദിവസവും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയണ അത്രയും ബലം. പ്രലോഭനങ്ങളോട് നോ പറയാൻ പഠിക്കും മക്കളെ എന്ന് പറയുമ്പോൾ എൻ്റെ റൂമിലും എൻ്റെ ഇടങ്ങളിലും ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ്, എനിക്ക് പറ്റുന്ന വീഴ്ചകൾ. സാറ് ഒരു വാചകമാണ്, ജോസഫേ നമ്മളൊക്കെ സംസാരത്തിൽ പെട്ടുപോയി.
ഇപ്പം ഞാനിത് ഇങ്ങനെ വീഡിയോസ് കുറയ്ക്കണം തരുമ്പോൾ ഒരാളൊന്ന് പറയാ, അയാളെ കാഞ്ചി വലിക്കാൻ തോന്നുന്ന നിമിഷങ്ങളിൽ അത് വലിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ എവിടെയോ ഇരുന്ന് ചെയ്യണ വീഡിയോസാണ്. ഐ കൗണ്ടഡ് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്.